നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു അടുക്കെ വാതുക്കൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32 മുതൽ 36 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രം അല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങള് ഈ ഭൂമിയിലെ മരങ്ങളുടെയൊക്കെ വളർച്ച കാണുമ്പോൾ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ വിലയിരുത്തുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അത്തി യഹൂദനെ കുറിക്കുന്നതാണ്. അപ്പോൾ യഹൂദന്റെ വളർച്ച കാണുമ്പോൾ യേശുവിന്റെ വീണ്ടും വരവ് അടുത്തുവെന്ന് ചിന്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മറ്റ് സുവിശേഷങ്ങളിൽ അത്തി മുതലായ വൃക്ഷങ്ങളെ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു, അതായത് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളെ നോക്കി നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളൊരു പാഠം പഠിക്കുന്നുണ്ടല്ലോ. അതായത് ഇസ്രായേൽ നാട്ടിൽ അത്തി തളിർത്താൽ തീർച്ചയായിട്ടും അതിന് കായുണ്ടാകണമെങ്കിൽ പിന്നീട് വേനൽ ആവശ്യമാണ്. അപ്പോൾ അത്തി തളിർത്തു, ഇനി വേണ്ടത് കായാണ്. അതിന് വേനൽ അത്യാവശ്യമാണ്. അപ്പോൾ അത്തി തളിർക്കുമ്പോൾ, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ തുടർന്ന് വേനൽക്കാലമാണ് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. അതുപോലെ ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ സംഭവിച്ച് തുടങ്ങുമ്പോൾ ഇനി അധികം കാലമില്ല, അവൻ അടുക്കൽ വാതുക്കൽ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. എന്നാൽ യേശുവിന്റെ വീണ്ടും വരവിന്റെ വർഷമോ മാസമോ ദിവസമോ മണിക്കൂറോ ഒന്നും പിതാവ് വെളിപ്പെടുത്തിയിട്ടില്ല. ദൂതന്മാർക്ക് മാത്രമല്ല, പുത്രനും വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. പിതാവായ ദൈവം പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, ഇതെല്ലാം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആണ് അയച്ചത്. കാരണം യേശു നമുക്കൊരു മാതൃക കൂടെയാണ്. നാം പിന്തുടരുവാൻ ഒരു മാതൃക വയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ വന്നത്. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ എങ്ങനെ അനുസരിച്ച് സംസാരിക്കണം, പെരുമാറണം, ജീവിക്കണം, മരിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ യേശു എവിടെ ജനിക്കണം, യേശു ബാല്യകാലത്ത് എവിടെ പോകണം, എവിടെ തിരിച്ചു വരണം, എവിടെ വളരണം, യേശു എന്ന് ശുശ്രൂഷകൾ ആരംഭിക്കണം, ആരൊക്കെ ആയിരിക്കണം തൻ്റെ ശിഷ്യന്മാര്, എവിടെയൊക്കെയാണ് പോയി പ്രസംഗിക്കേണ്ടത്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പിതാവ് മാസ്റ്റർ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് യേശു ചെയ്തത്. പക്ഷെ ഒരു കാര്യം, തൻ്റെ വീണ്ടും വരവിന്റെ അടയാളം, യേശു ജനിക്കണം, ഇവിടെ ജീവിക്കണം, ശുശ്രൂഷിക്കണം, മരിക്കണം, ഉയർക്കണം, സ്വർഗാരോഹണം ചെയ്യണം, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കണം. പക്ഷേ എന്ന് വീണ്ടും വരും എന്നുള്ള കാര്യം ആരോടും പറയാൻ പിതാവ് പുത്രനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുത്രൻ ദൈവമല്ല, പുത്രന് പിതാവിന് തുല്യം ദൈവമല്ല എന്നൊന്നും വരുന്നില്ല. യേശു പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത മനുഷ്യനായെന്നാണ് വായിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ ശക്തികളുള്ള, അതായത് തുല്യ സ്വഭാവ ഗുണങ്ങളുള്ള ഏകദൈവമാണ്. അതിലെ പുത്രൻ തമ്പുരാനാണ് നമ്മെ രക്ഷിക്കുവാൻ
അല്ലെങ്കിൽ നമുക്ക് മാതൃകയാകാൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വരുവാൻ ഇടയായത്. പക്ഷേ ഒരു കാര്യം മാത്രം, യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയം മാത്രം മനുഷ്യരോട് പറയുവാൻ പിതാവ് ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് ഇരിക്കണം. യഹൂദന്മാരുടെ മധ്യേ കല്യാണം നിശ്ചയം കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ്, പ്രത്യേകിച്ച് രാത്രിയിൽ ഈ മണവാളം വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഏത് സമയത്തും മണവാളന്മാർ തന്നെ കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിൽ ഒരുക്കമുള്ളവളായിട്ട് വേണം മണവാട്ടിയിരിക്കാൻ. ഇതാണ് യഹൂദന്മാരുടെ കല്യാണത്തിൻ്റെ രീതി. ചുരുക്കം ആളുകൾ വലിയ കല്യാണ സദ്യയൊക്കെ നടത്താറുണ്ട്. അത് 7 ദിവസമൊക്കെയാണ്. ശിംശോൻ 7 ദിവസത്തെ കല്യാണ സദ്യ നടത്തി. യാക്കോബ് ലേയയ്ക്ക് വേണ്ടി 7 ദിവസത്തെ, റാഹേലിന് വേണ്ടി 7 ദിവസത്തെ കല്യാണ സദ്യയൊക്കെ നടത്തിയായിട്ട് വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അങ്ങനെ നിവൃത്തിയില്ലാത്ത ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയുള്ളൂ. യേശുവിൻ്റെ അമ്മ മറിയ, യോസേഫ് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയതാണ്. ഇവിടെ മണവാളനായ കർത്താവ് ഏത് സമയത്തും വരാമെന്നുള്ള പ്രതീക്ഷയിൽ മണവാട്ടിയായ സഭ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ കാത്തിരിക്കണം, ഒരുക്കമുള്ളവരായിട്ടിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലലക്ഷണങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, യുദ്ധങ്ങളും ക്ഷാമങ്ങളും മഹാവ്യാധികളും അധർമ്മവും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, സുവിശേഷ പ്രചരണങ്ങൾ അതിൻ്റെ വ്യാപ്തി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ആകാശത്തിലും കടലിലും കരയിലുമുള്ള ഇളക്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യേശു അടുക്കെ വാതുക്കലാണ് എന്ന് മനസ്സിലാക്കി ഭയത്തോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ അവൻ്റെ വരവിനെ നോക്കിപ്പാർത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.